ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാകുന്നതിന്റെ ഭാഗമായി 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂടിന് രൂപം നൽകാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ധാരണയായി. രാജ്നാഥ് സിംഗും ഹെഗ്സെത്തും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് പിന്നാലെ പുറത്തിറക്കിയ പെന്റഗൺ പ്രസ്താവനയിലാണ് ഈ നിർണായക തീരുമാനം വ്യക്തമാക്കിയത്. ഈ നീക്കം ഇരു രാജ്യങ്ങൾക്കും സുപ്രധാനമായ നേട്ടങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വർഷം അടുത്ത തവണ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇന്ത്യ പ്രതിരോധ ചട്ടക്കൂടിൽ ഒപ്പുവെക്കാൻ ഹെഗ്സെത്തും മന്ത്രി സിംഗും സമ്മതിച്ചുവെന്നും പെന്റഗൺ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് കേവലം ഒരു കരാറല്ല, മറിച്ച് അടുത്ത ഒരു ദശകത്തേക്ക് ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രതിരോധ സഹകരണത്തിന്റെ ദിശാബോധം നിശ്ചയിക്കുന്ന ഒരു സമഗ്രമായ രേഖയാണ്. സൈനിക അഭ്യാസം, ആയുധ വ്യാപാരം, സാങ്കേതിക കൈമാറ്റം, പ്രതിരോധ വ്യവസായ സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഈ ചട്ടക്കൂട് ഇരു രാജ്യങ്ങൾക്കും ഒരു പൊതുവായ പ്ലാറ്റ്ഫോം നൽകും. ഈ ചട്ടക്കൂട് വഴി അമേരിക്കയിൽ നിന്നുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ശേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അടുത്ത പ്രതിരോധ വ്യവസായിക സഹകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇരുപക്ഷവും വിശദമായി ചർച്ച ചെയ്തു. ഇന്ത്യക്ക് ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക, അതുവഴി ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതേസമയം അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധ വ്യവസായത്തിന് ഒരു വലിയ വിപണി കണ്ടെത്താനും ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇത് സഹായകമാകും. ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യക്ക് അമേരിക്ക നൽകുന്ന മുൻഗണന സെക്രട്ടറി ഹെഗ്സെത്ത് ഫോൺ സംഭാഷണത്തിൽ ഊന്നി പറഞ്ഞു. 2025 ഫെബ്രുവരിയിൽ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച ഗണ്യമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കേവലം ആയുധ വിൽപ്പനയിൽ ഒതുങ്ങുന്നില്ല. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലൂടെ പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുക എന്ന വിശാലമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നേരിടാനും ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം നിലനിർത്താനും ഈ സഹകരണം നിർണായകമാണ്. ക്വാഡ് സഖ്യം പോലുള്ള കൂട്ടുകെട്ടുകൾ ഇതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമായ ചില വിഷയങ്ങൾ രാജ്നാഥ് സിംഗ് ഉന്നയിച്ചു. തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന് കരുത്തു പകരുന്നതിനായി GEF-404 എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം കാരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് മാർക്ക് 1A വിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സമയപരിധി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് നഷ്ടപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ നവീകരണ പദ്ധതികളെ സാരമായി ബാധിച്ചിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയിൽ F-414 ജെറ്റ് എഞ്ചിനുകളുടെ സംയുക്ത ഉൽപാദനത്തിനായി HAL-ഉം അമേരിക്കൻ പ്രതിരോധ ഭീമനായ GE എയ്റോസ്പേസും തമ്മിലുള്ള നിർദ്ദിഷ്ട കരാർ എത്രയും വേഗം അന്തിമമാക്കണമെന്നും സിംഗ് ആവശ്യപ്പെട്ടു. ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായിക മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ ആയുധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. GE-F-414 എഞ്ചിനുകളുടെ സംയുക്ത ഉൽപാദനം ഇന്ത്യക്ക് അത്യാധുനിക ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിനൊപ്പം ആഭ്യന്തര ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. ഇത് ഭാവിയിൽ ഇന്ത്യയെ ആയുധ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഗോള ആയുധ വിപണിയിൽ ഒരു പ്രധാന കളിക്കാരനാകാനും പ്രാപ്തമാക്കും. പ്രതിരോധ മേഖലയിലെ ദീർഘകാല സഹകരണം, പരിശീലനവും സൈനിക കൈമാറ്റവും ഉൾപ്പെടെ വ്യവസായ സഹകരണം വികസിപ്പിക്കുന്നത് വരെയുള്ള വിഷയങ്ങളുടെ ഒരു വിശാലമായ ക്യാൻവാസ് സിംഗും ഹെഗ്സെത്തും ചർച്ച ചെയ്തതായി ഒരു ഇന്ത്യൻ വായനാക്കുറിപ്പ് വ്യക്തമാക്കി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതും ബഹുമുഖവുമാണെന്ന് അടിവരയിടുന്നുണ്ട്. പരസ്പര പ്രവർത്തനക്ഷമത, പ്രതിരോധ വ്യാവസായിക വിതരണ ശൃംഖലകളുടെ സംയോജനം, ലോജിസ്റ്റിക്സ് പങ്കിടൽ, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വർദ്ധിപ്പിക്കൽ, സമാന ചിന്താഗതിക്കാരായ മറ്റ് പങ്കാളികളുമായുള്ള സഹകരണം തുടങ്ങിയ എല്ലാ സ്തംഭങ്ങളിലും ഈ നിർണായകവും പരസ്പര പ്രയോജനകരവുമായ പങ്കാളിത്തത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കാൻ ഇരുവരും സമ്മതിച്ചുവെന്നും വായനാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ ധാരണകൾ ഭാവിയിലെ സഹകരണത്തിന്റെ ചില പ്രധാന മേഖലകളെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുമെന്നതാണ്. സൈനിക അഭ്യാസങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും ആശയവിനിമയത്തിലൂടെയും ഇത് സാധ്യമാകും. അതോടൊപ്പം പ്രതിരോധ വ്യാവസായിക വിതരണ ശൃംഖലകളുടെ സംയോജനം ഇത് ഇരു രാജ്യങ്ങൾക്കും ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ ഇത് നിർണായകമാണ്. സൈനിക വിഭവങ്ങളും സാമഗ്രികളും പങ്കിടുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ ലോജിസ്റ്റിക് പങ്കിടലിലൂടെ സാധിക്കും. ഇത് വിദേശ ഓപ്പറേഷനുകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സഹായകമാകും. അതോടൊപ്പം
സംയുക്ത സൈനികാഭ്യാസങ്ങൾ. ഇത് ഇരു സൈന്യങ്ങൾക്കും പരസ്പരം പഠിക്കാനും പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. സമാന ചിന്താഗതിക്കാരായ മറ്റ് പങ്കാളികളുമായുള്ള സഹകരണത്തിലൂടെ ക്വാഡ് പോലുള്ള സഖ്യങ്ങളിലൂടെയും മറ്റ് പ്രാദേശിക കൂട്ടായ്മകളിലൂടെയും സഹകരണം വ്യാപിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും കൂടുതൽ സംഭാവന നൽകും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഇത് കേവലം ആയുധ വിൽപ്പനയ്ക്കപ്പുറം തന്ത്രപരമായ പങ്കാളിത്തം, സാങ്കേതിക സഹകരണം, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിക്കുകയും ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ പ്രാധാന്യമർഹിക്കുകയും ചെയ്യും. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ സാമഗ്രികളുടെ സമയബന്ധിതമായ വിതരണവും ജെറ്റ് എഞ്ചിൻ നിർമ്മാണ കരാറുകൾ പോലുള്ള സുപ്രധാന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതും ഈ സഹകരണത്തിന്റെ വിജയത്തിന് ഈ ചട്ടക്കൂട് വിജയകരമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്ന് മാത്രമല്ല, ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു പുതിയ അധ്യായം രചിക്കുകയും ചെയ്യും. ഈ സഹകരണം പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പിന്തുണ നൽകാനുള്ള അവസരമൊരുക്കും.